ചക്കയ്ക്ക് മെയ് 4-ാം തീയതി ഒരു രുചി. നല്ല ടേസ്റ്റ്. അങ്ങനെ ഇലക്ഷൻ ഡേ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ UDF തൂക്കിയിരിക്കുകയാണ്. അതായത് 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും UDF ഭരണത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് LDFിൻ്റെ അതായത് ഡൗൺഫോളിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പേരേ ഉള്ളൂ, പിണറായി വിജയൻ്റെ അതായത് ഡിക്റ്റേറ്റർഷിപ്പ് കാരണം തന്നെയാണ് ഇപ്പോൾ UDF വീണ്ടും ഭരണത്തിൽ വരാനുള്ള ഒരു മെയിൻ കാരണം തന്നെ. അതായത് വേറൊരു സൈഡിലത് ഇവരെ പോലെ കുറേ എണ്ണം, അത് BJP എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം ഇവരെ പോലെ കുറേ ചക്ക മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സിമ്പിൾ പൊക്കി വെച്ചുകൊണ്ട് വരുന്നത്. ഇവരുടെ കോൺഫിഡൻസ് ആണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പുറത്തെ സൈഡിൽ അഖിൽമാരാർ പറഞ്ഞു ഞാൻ ബിഗ് ബോസിൽ 100% ജയിക്കും എന്ന് പറഞ്ഞിട്ടാണ് കപ്പ പൊക്കിയത്. അതേ 100% കോൺഫിഡൻസിൽ ഞാൻ പറയുന്നു തൃക്കാക്കര മണ്ഡലം ഞാൻ തൂക്കിയിരിക്കും എന്ന് പറഞ്ഞ് അഖിൽമാരാറിൻ്റെ പ്രസ്ഥാനം. എന്തായാലും അതൊന്ന് കാണാം നമുക്ക്. സിനിമയിൽ ഒരു ഡയലോഗ് പറഞ്ഞു, സുനിയൊക്കെ തട്ടി. അതുപോലെ ഞാൻ പറയുന്നു തൃക്കാക്കരയിലെ കോട്ടയോ, ഏത് കോട്ട, എവിടുത്തെ കോട്ട, എല്ലാ കോട്ടയും പൊളിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. തൃക്കാക്കരയിൽ ഞാൻ വന്നത് എന്റെ രാഷ്ട്രീയ ആത്മഹത്യയല്ല, കോൺഗ്രസിന്റെ ആത്മഹത്യക്ക് തുല്യമായ നടപടിയാണെന്ന് മെയ് 4-ാം തീയതി നിങ്ങൾക്ക് മനസ്സിലാവും. എഴുതി വെച്ചോളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സാഗർ പണി സിനിമയിൽ ഒരു ഡയലോഗ് പറഞ്ഞു, സുനിയൊക്കെ തട്ടി. അതുപോലെ ഞാൻ പറയുന്നു തൃക്കാക്കരയിലെ കോട്ടയോ, ഏത് കോട്ട, എവിടുത്തെ കോട്ട, ഏത് കോട്ട, എവിടുത്തെ കോട്ട, കോട്ടയൊക്കെ തട്ടിത്തൂക്കി പോയി, പുള്ളി പൊട്ടി. അതായത് പുള്ളി ഫസ്റ്റാണ്, അതായത് തൃക്കാക്കര മംഗലത്തിൽ ഫസ്റ്റാണ് പുള്ളിക്കാരൻ. എങ്ങനെ, അതായത് തിരിച്ചു നോക്കിയ അവസാനത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റാണ് പുള്ളിക്കാരൻ. ഈ പുള്ളിക്കാരൻ അതായത് ഈ ഒരു ഒറ്റ സിമ്പിൾ ക്വസ്റ്റ്യൻ, അത് ഇയാളെയൊക്കെ വിശ്വസിച്ച് ആരാ വോട്ട് ചെയ്യുന്നത്? ഇയാൾക്ക് തന്നെ ഒരു സ്റ്റാൻഡില്ല. ആദ്യം ഇയാൾ കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസ് നിന്നിട്ട് ഇയാൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഇയാൾ BJPയിലോട്ട് ചാടി, BJPയിൽ ചാടിയിട്ട് ഇയാൾ കുറേ കാര്യങ്ങൾ കോൺഗ്രസിനെതിരെ സംസാരിക്കും. നാളെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇയാൾ LDF പോകും. LDF പോയിട്ട് പറയും കോൺഗ്രസും BJPയും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ഇയാൾ വീണ്ടും വരും. ഇയാളെന്നെ വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇയാൾക്കൊരു നിലപാടില്ല. അത് ആദ്യം ഇയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഗവൺമെൻറ് ഒന്ന് വിശ്വസിക്കുന്നത്. അത് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത്, അതായത് അതിൽ പോകുന്നതിലും ഭേദം ഞാൻ ലുല്ലുമോളി തുണി മുക്കി കാണിക്കുന്നതാണെന്ന് പറയുന്നു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ അവിടെ പോവുകയും പുള്ളിക്കാരൻ കപ്പടിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ട് കുറേ ഇൻ്റർവ്യൂവിൽ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഞാൻ അങ്ങനെയല്ല, അതെൻ്റെ കാഴ്ചപ്പാടിൻ്റെ തെറ്റാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പുള്ളിക്കാരൻ കോൺഗ്രസിൽ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരുന്നത് BJP എന്ന് പറഞ്ഞ പാർട്ടി വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയ പാർട്ടിയാണെന്ന് പറഞ്ഞ അഖിൽമാരാർ BJP ചേർന്നതിന് ശേഷം കോൺഗ്രസിനെ കുറിച്ച് കുറ്റം പറയും, BJP വർഗീയതയെക്കുറിച്ചല്ല സംസാരിക്കുന്നതും വേറെ കുറേ കാര്യങ്ങളും BJPയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. അപ്പോൾ ഇങ്ങനെ അതായത് ഈ കാലഘട്ടത്തിൽ ക്യാമറയുടെ മുന്നിൽ വെച്ച് പുള്ളിക്കാരൻ ഇങ്ങനത്തെ ഒരു, അതായത് ഇന്ന് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞൊരാൾ നാളെ ക്യാമറയുടെ മുന്നിൽ വേറൊരു ഇത് പറയുമ്പോഴത്തേക്കും ഇതിനെ നാട്ടുകാർ ചിന്തിക്കത്തുള്ളൂ. ഇയാളെ വിശ്വസിച്ച് നാട്ടുകാരെങ്ങനെ വോട്ട് ചെയ്യും? അതായത് ഇപ്പോൾ ഇയാൾ ഇന്ന് പറയുന്നതല്ല ഇയാൾ നാളെ പറയുന്നത്. അപ്പോൾ ഇയാളെ വിശ്വസിച്ച് എങ്ങനെ നാട്ടുകാർ വോട്ട് ചെയ്യുന്നത്? അതായത് ഇയാളെ ഇന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറയുന്ന ഒരു വീഡിയോ പുള്ളിക്കാരൻ്റെ തന്നെ വീഡിയോ ഇറക്കും. നാളെ പറയും അത് ഞാൻ വെറുതെ പറഞ്ഞ, അത് വിശ്വസിച്ച് നിങ്ങൾ എന്തിനാ എനിക്ക് വോട്ട് തരാൻ പോയെന്ന് പുള്ളിക്കാരൻ പിന്നെ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ ഇയാൾക്കൊരു നിലവാരമില്ല. ഇയാൾ ഏത് പാർട്ടിക്കാരാണെന്ന് ഇയാൾക്ക് തന്നെ നിലവാരമില്ല. അങ്ങനെയുള്ള ആൾക്കൊക്കെ എങ്ങനെ വോട്ട് ചെയ്യാനാണ്? അയാളുടെ എന്നിട്ട് കോൺഫിഡൻസ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതായത് BJP പോലത്തെ പാർട്ടി നിന്നിട്ട് പുള്ളിക്കാരൻ അതായത് പോട്ടെ, BJPയിൽ പണ്ടുതൊട്ടേ BJPക്കാരനാണെങ്കിൽ പിന്നെയും പറയുന്നതിൻ്റെ അർത്ഥമുണ്ട്. ഇത് കോൺഗ്രസിൽ നിന്ന് നേരെ BJP ചാടിയിട്ട് BJP നിന്നിട്ട് കോൺഗ്രസിൻ്റെ കുറ്റം പറഞ്ഞിട്ട് ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് പുള്ളിക്കാരൻ്റെ നിലപാട് എന്താണെന്ന് പുള്ളിക്കാരൻ തന്നെ അറിയാം. എന്നിട്ട് പുള്ളിക്കാരൻ കുറേ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട്. എന്തായാലും 8 വില പൊട്ടിയിട്ടുണ്ട്. രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്കാരുടെ കൂടെ പോയിട്ടാണ് വരുന്നത്. അപ്പൊ അതിലൊരാള് വേഗം കഴിക്കട്ടെ, MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. MLAയോ? ഞങ്ങളുടെയൊക്കെ MLA ആണ്. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ് ഇപ്പൊ. നിനക്ക് എങ്ങനാ മൈനെ ഇങ്ങനെ പറയാൻ കഴിയുന്നത്? യെസ്, ഞങ്ങളുടെയൊക്കെ MLA ആണ്. മനസ്സിലായില്ലേ? കളിയാക്കിയതാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും പുള്ളിക്കാരിക്കില്ല. അയ്യോ. പക്ഷേ ഞാനൊരു ഇവർക്കൊക്കെ അല്പമെങ്കിലും ബോധം, അതായത് ഇവർക്ക് വോട്ട് കിട്ടില്ലെന്ന് ഇവർക്ക് തന്നെ വ്യക്തമായ ബോധമുണ്ട്. പക്ഷെ എന്നാലും ആ കോൺഫിഡൻസ് ആണ്. ഈ കോൺഫിഡൻസ് നമുക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും രക്ഷപ്പെട്ടേനെ. ഈ കോൺഫിഡൻസ് ആണ് വേണ്ടത് ലൈഫിൽ. കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്.
അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ. താഴെ നിന്ന് നോക്കുമ്പോഴെങ്കിലും 1ാം സ്ഥാനത്തുണ്ടല്ലോ, അത് മതി. അഖിലേട്ടർ അത് മതി, ഞങ്ങൾ 1ാം സ്ഥാനത്താണ്, അത് മതി. താഴെ നോക്കുമ്പോൾ 1ാം സ്ഥാനത്താണ്. ഇനി ബാക്കി ഞങ്ങൾ സംസാരിച്ചത് 1ാം സ്ഥാനം ആക്കിക്കോളാം. ഇനി ഞങ്ങൾ കള്ളവോട്ട്, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എവിടുന്നേലും 1ാം സ്ഥാനം കിട്ടിയാൽ മതി. ബാക്കി ഞങ്ങൾ ഏറ്റു, അഖിൽ മാരാർ ഫാൻസ് ഏറ്റു. ബാക്കിയുള്ള അവർ തന്നെ നോക്കിക്കോളും. അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഹോട്ട്സ്റ്റാറിൽ കൂടെ ഒക്കെ വോട്ട് ചെയ്യുന്ന പോലെ സിമ്പിൾ പരിപാടിയെന്നാണ് വിചാരിച്ചത് പുള്ളിക്കാരൻ. അത്രയും കോൺഫിഡൻസോടെയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതായത് ഞാൻ ബിഗ് ബോസിൽ ജയിക്കൂ എന്ന് പറഞ്ഞ ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് പുള്ളിക്കാരൻ ഇതിലും പറയുന്നത്. എന്തായാലും പവനായി ശവമായി. പിന്നെ നമ്മുടെ പിണറായി വിജയൻ്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലാട്ടോ. പുള്ളിക്കാരനെ എന്താ പറയുക, പുള്ളിക്കാരൻ്റെ FB പോസ്റ്റിൽ നിന്ന് തന്നെ പുള്ളിക്കാരൻ ആ കുറേ കാര്യങ്ങൾ ബയോയിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞു. എന്തായാലും നമ്മുടെ പുതിയ CM, അതായത് VD സതീശനാണ് നമ്മുടെ പുതിയ CM. എന്തായാലും നല്ലൊരു ഇനിയൊരു 5 വർഷം കാലഘട്ടം നല്ല രീതിയിൽ വരട്ടെ എന്ന് ഇത് പറയുന്നു. അതിനിടയ്ക്ക് എല്ലാവരും അത് തള്ളി നീക്കിയ ഒരാളുണ്ട്. അതായത് തമിഴ്നാട്ടിൽ വിജയ് ജയിക്കില്ല എന്ന് പറഞ്ഞ്, അതായത് വിജയ് ഒരിക്കലും ജയിക്കില്ല, DMK ജയിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ വിജയ് 101ൻ്റെ മുകളിൽ സീറ്റ്സ് ഇപ്പോൾ വിജയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് സിനിമയിൽ മാത്രമല്ല 100 കോടി, ഇലക്ഷനിലും 100 സീറ്റ്സൊക്കെ പിടിക്കാൻ പറ്റുമെന്ന് പുള്ളിക്കാരൻ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ പേരുടെ ഒരു ഇതുണ്ടായിരുന്നു വിജയുടെ. കുറേ പൊളിറ്റീഷ്യൻസ്മാർ കുറേ പേര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വിജയുടെ ഫാൻസാണ്, ഇതൊക്കെ വോട്ട് ഇത് DMKയുടെ ഓപ്പോസിറ്റ്സ് പറഞ്ഞത്. അതായത് വിജയുടെ ഇത് കണ്ടപ്പോഴത്തേക്കും, മറ്റേ മാനാട് കണ്ടപ്പോഴത്തേക്കും പറഞ്ഞത്, അത് വിജയുടെ കൂട്ടം കണ്ടപ്പോഴത്തേക്കും പറഞ്ഞത് ഇതൊക്കെ ഫാൻസാണ്, ഇത് വിജയ് കാണാൻ വരുന്നത്, ഇതൊന്നും വോട്ടായിട്ട് കൺവേർട്ട് ആവില്ലെന്ന് DMK പറയുന്നുണ്ടായിരുന്നു. പിന്നെ എക്സിറ്റ് പോൾ വന്ന സമയത്ത് DMKക്ക് നല്ല രീതിയിൽ കൂടുതലുണ്ടായിരുന്നു, TVക്ക് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു DMK തന്നെ തൂക്കുള്ളൂ, വിജയ് പോയി. പിന്നെ വിജയ് ട്രിഷ കോൺട്രവേഴ്സി വന്നു, അതിൻ്റെയൊക്കെ ജനനായകൻ റിലീസ് വന്നു, അങ്ങനെ കുറേ കോൺട്രവേഴ്സികൾ കാരണം വിജയ് തന്നെ ഡൗൺ ആയി നിൽക്കുകയായിരുന്നു. പക്ഷേ അവസാനം പുള്ളിക്കാരൻ തൂക്കി 100 ഇപ്പോൾ ഏകദേശം 104-105 അടുപ്പിച്ചുണ്ട്. എന്തായാലും അത് ഒരു വല്ലാത്ത ട്വിസ്റ്റ് ആയിപ്പോയി. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അതായത് ആദ്യം ജയിക്കുമെന്ന് ചോദിച്ചു, പിന്നെ കുറേ കോൺട്രവേഴ്സി വന്നപ്പോഴത്തേക്കും വിജയ് പോവും, DMK തന്നെ തിരിച്ച് കയറുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല. DMK നല്ല പുറകിലാണ്, വിജയ് വീണ്ടും തൂക്കി. അങ്ങനെ തമിഴ്നാട്ടിലൊരു വലിയൊരു ചേഞ്ച് കൊണ്ടുവരാൻ പോവുകയാണ്. TVK എന്ന് പറഞ്ഞാൽ പുതിയ പാർട്ടിയാണ്, വിജയുടെ പുതിയ പാർട്ടി. ഇനി അവിടെ എന്തൊക്കെ കൊണ്ടുപോകുമെന്ന് നമുക്ക് നോക്കിയറിയാം. അതേപോലെ തന്നെ 10 വർഷത്തിന് ശേഷം കേരളത്തിലൊരു മാറ്റം വന്നിരിക്കുകയാണ്. അതായത് ഈ ഒരു ഡിക്റ്റേറ്റർഷിപ്പിൽ നിന്ന് ഒരു മാറ്റം വന്നിരിക്കുകയാണ്. ഇനി നല്ല രീതിയിൽ പോട്ടെ എന്ന് ആശംസിക്കുന്നു. അതായത് ഇനി എനിക്കൊരു പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LDFകാർ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, LDF ഓപ്പോസിറ്റ് നിൽക്കുന്ന സമയത്ത് പ്രശ്നം വെച്ചാൽ ഭയങ്കര വെട്ടും കൊലയായിരിക്കും ഇനി. അതായത് ഇവർക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ, തോൽവി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് വേറൊരു സാഡ് റിയാലിറ്റി. അതായത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറയാം, ഞാനൊരു പാർട്ടിനെ സപ്പോർട്ട് ചെയ്ത് പറയില്ല, പക്ഷെ എന്നാലും കോൺഗ്രസ് ഇപ്പോൾ ഒരു ഇലക്ഷൻ നിന്ന് തോറ്റാലും അവർ ഇതേപോലെ വെട്ടാനും കൊല്ലാനും നിൽക്കത്തില്ല. ഇവരിനി മറ്റേ ഇനി വാളും ഇതുമൊക്കെ ആയിട്ട് ഇനി ഇറങ്ങും ഓരോരുത്തർ. ഇനി കളിയാക്കുന്നവരെ, ഇനി ആരെങ്കിലും ട്രോൾ എന്തെങ്കിലും കണ്ട് അപ്പോൾ വാളുമായിട്ട് അങ്ങ് ഇറങ്ങും ഇവർ. അതാണ് ഇവരുടെ പ്രശ്നം. ആദ്യത്തെ മുഖ്യമന്ത്രി കേരളത്തിലെ EMS കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ട് അദ്ദേഹം പോവുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അണികളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, അവസാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇത് എനിക്ക് തോന്നുന്നത് റിയാലിറ്റി ആയെന്ന് തോന്നുന്നു. അതായത് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിയിലുള്ള നമ്മുടെ പിണറായി വിജയൻ്റെ കൂടുതൽ, അതായത് നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് കൊണ്ട് തന്നെയാണ് ഈ പാർട്ടി ഇത്രയും രീതിയിൽ തലന്താന്ന് പോയത്. അതായത് LDF ആദ്യത്തെ 5 വർഷം നല്ല രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നാട്ടുകാർക്ക് ആ സെയിം പാർട്ടി തന്നെ വരണമെന്ന് വിചാരിച്ചു. പിന്നെ തുടർഭരണം ഇവർക്ക് കിട്ടിയപ്പോഴത്തേക്കും തനിക്കുടം കാണിച്ചു പോലെ ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിച്ച്, എന്താ പറയുക, കട്ട് അവസാനം നമ്മുടെ കീശയിൽ നിന്നും കക്കാൻ തുടങ്ങി. നമുക്ക് തീരെ അത് ഇവിടെ കേരളത്തിലുള്ളവർക്ക് പകുതി മടുത്തു. അത് ഇനി ഒരു 3.0 എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നെങ്കിൽ കേരളത്തിൽ അതിലും ഭേദം മറ്റേ നോർത്തിൽ പോയി BJPയുടെ കൂടെ കഴിയുന്നതാണ് LDF വീണ്ടും വന്നിരുന്നെങ്കിൽ. എന്തായാലും ഒരു മാറ്റം അനിവാര്യമായിരുന്നു. എന്തായാലും മാറ്റം സംഭവിച്ചിട്ടുണ്ട്. UDF തന്നെയാണ് ഇത്തവണത്തെ. ഇനി പുതിയ CM ആയിട്ട് VD സതീശൻ വരുന്നുണ്ട്. UDF ആണ് ഇനി 5 വർഷം, ഇനിയുള്ള 5 വർഷം ഭരിക്കാൻ പോകുന്ന UDF ആണ്. കേരളത്തിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ പോകുന്നത് നമുക്കിനി കണ്ടറിയേണ്ടി വരും. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ഇനി വിജയുടെ TVക്ക് എന്തൊക്കെ നടത്താൻ പറ്റുന്നു ഇനി അത് കണ്ടറിയേണ്ടതിനെ വരും. എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സിന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം.